ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റെഡ്മിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പം കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ റെഡ്മി A2 എന്നുള്ള സ്മാർട്ട് ഫോൺ 5300 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. MediaTekന്റെ Helio G36 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നില്ല. 5300 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7800 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13C 4G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിലും HD റെസൊല്യൂഷൻ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചൊക്കെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 4GB RAM 128GB ഇന്റർണൽ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. അപ്പം 7800 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 10000 രൂപയ്ക്ക് താഴെ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന റെഡ്മിയുടെ ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റെഡ്മി 11 Prime 4G എന്ന സ്മാർട്ട് ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് തന്നെയാണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും തന്നെയാണ് ഇതിലും വരുന്നത്. 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഒരു 9500 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ റെഡ്മി 12 4G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയുടെ കൂടെ പഞ്ചോൾ ഡിസൈനും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. അല്ല, പ്രോസസ്സറാണ് മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റെഡ്മി 11 Prime 4G എന്ന ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു റെഡ്മി 12 4G എന്ന ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ തന്നെയാണ് വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് റെഡ്മിയുടെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി Note 12 4G എന്ന ഫോൺ നോക്കാം. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 685 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി 11000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ്, 5G സപ്പോർട്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്നുണ്ടെങ്കിൽ റെഡ്മി 13C 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറിനാണ് കൊടുത്തിരിക്കുന്നത്. 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ്. പിന്നെ 5G ഫോണുകളുടെ കാര്യത്തിൽ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1000 രൂപയും കൂടി കൂട്ടിയിട്ട് റെഡ്മി 13C 5Gക്ക് പകരം ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് തന്നെയാണ് വരുന്നത്. Snapdragon 4 Gen 2 എന്ന 5G പ്രോസസ്സർ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 5G സപ്പോർട്ടിൻ്റെ കൂടെ AMOLED ഡിസ്പ്ലേയും കൂടി വേണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി Note 12 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 14000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 4 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 14000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്.
പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലും സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് തന്നെയാണ് വരുന്നത്. 108+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പഴയ ഫോണുകളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 870 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ MI 11X എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പഴയ ഫോണാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. 2 5G ബാൻഡ്സേ വരുന്നുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 4520 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമാണ് ഇതിൽ വരുന്നത്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 26,800 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ MI 11X Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. MI 11X ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 108+8+5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. 26,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 1080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. സോണി IMX 766 മെയിൻ ക്യാമറ സെൻസറൊക്കെ വരുന്നുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നോട്ട് സീരീസിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ്മി നോട്ട് 12 Pro എന്നുള്ള സ്മാർട്ട് ഫോണിന് പകരം റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ എടുക്കാവുന്നതാണ്. ഒരു 1,300 രൂപയും കൂടി കൂടുന്നതായിരിക്കും. അത് കൂടിയാലും അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. 23,300 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ റെസൊല്യൂഷൻ കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. 23,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം റെഡ്മി നോട്ട് 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പം റെഡ്മി നോട്ട് 13 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ബാക്കി ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ 47,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.73 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 47,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ Xiaomi 14 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.36 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4610 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ Xiaomi 14 Ultra എന്ന സ്മാർട്ട് ഫോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സെയിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഷോമിയുടെയും അതുപോലെ തന്നെ റെഡ്മിയുടെ ഒക്കെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.